നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 3. അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരാൾ ഒരു ഹോട്ടലിൽ ബാത്ത് ടബിൽ ഇങ്ങനെ കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അപ്പൊ അയാളുടെ പുറകിൽ കൂടി വേറെ ആരോ ഒരാള് കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നു. ബാത്ത് ടബിൽ കിടക്കുന്നവൻ അടിച്ച് പൂസായി കിടക്കുമെന്ന് തോന്നുന്നു. അവന്റെ കണ്ണടഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് വന്നവൻ നേരെ ബാത്ത് ടബിൽ കിടന്നവന്റെ കാൽഭാഗത്ത് വന്ന് നിന്നിട്ട് പെട്ടെന്ന് അവനെ കാലിൽ പിടിച്ചു വലിച്ച് ആ ബാത്ത് ടബിലേക്ക് ഇടുന്നു. അവൻ ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ കിടന്ന് കൈയിട്ടടിക്കുവാണ്. അവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. പൂസായതുകൊണ്ടാണെന്ന് തോന്നുന്നു. മറ്റവനാണെങ്കിൽ കാലിൽ ബലമായി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ച് വെള്ളത്തിൽ കിടന്ന് കൈയിട്ട് അടിച്ചടിച്ച് കുറച്ചേരം കഴിഞ്ഞ് അവൻ മരിച്ചു പോകുന്നു. കാലിൽ പിടിച്ചവൻ അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് കാലിൽ നിന്നുള്ള പിടി വിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. ഈ എപ്പിസോഡിൽ തെളിയിക്കാൻ പോകുന്നത് ഈ കൊലപാതകമാണ്. അവിടെ നിന്ന് കാണിക്കുന്നത് മോർഗൻ ആ ഹോട്ടലിലേക്ക് എത്തുന്നതാണ്. അവൾ വന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ അവൾ തിരിച്ചെടുത്ത സ്വന്തം കാറിലാണ്. ഹോട്ടൽ മുറിയിൽ ഓസും ഡാഫ്നിയും ഉണ്ട്. കാരഡക്ക് ബാത്ത് ടബിന്റെ അടുത്താണ്. അങ്ങോട്ട് ചെന്ന മോർഗൻ അവിടെ ചുറ്റും നോക്കുന്നു. അപ്പൊ കാരഡക്ക് നിനക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ കത്തി മെഴുകുതിരികൾ, കാലിയായ ഗ്ലാസുകൾ, തുണികൾ അവിടെ ഇവിടെയായിട്ട് എറിഞ്ഞിട്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇന്നലെ രാത്രി ഇവൻ ആരുടെയോ ഒപ്പം ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ 100% എന്താ നിനക്ക് തോന്നിയില്ല എന്ന് മോർഗൻ തിരിച്ചു ചോദിച്ചപ്പോൾ തീർച്ചയായും ഇതൊരു കൊലപാതകമാണ്. എന്നിട്ട് ഇത് ചെയ്തവൻ അത് മറയ്ക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട്. പക്ഷെ നിനക്കത് എങ്ങനെ മനസ്സിലായി എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് കാരഡക്ക് പറയുന്നു. അപ്പോൾ മോർഗൻ അവൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറയുന്നു. നിനക്കറിയാമല്ലോ ഞാനൊരു പ്രൊഫഷണൽ ക്ലീനർ ആയിരുന്നു എന്ന്. ഈ ടവൽ നോക്കിയെന്ന് പറഞ്ഞ് അവൾ അവിടെ മടക്കി വെച്ചിരുന്ന 3 ടവലുകൾ കാണിച്ചിട്ട് ഇതിൽ അടിയിൽ 2 മടക്കി വെച്ചിരിക്കുന്നത് ഒരേ രീതിയിലാണ്, പക്ഷെ മുകളിലത്തെ ടവൽ വേറെ രീതിയിലും. അപ്പൊ നമ്മുടെ കില്ലർ തെളിവൊന്നും കിട്ടാതിരിക്കാൻ ഈ ടവൽ എടുത്ത് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ തറയിലിരുന്ന് അവിടെ തുടച്ച പാടുകൾ കാണിച്ചു കൊടുക്കുന്നു. ഒരു പ്രൊഫഷണൽ ക്ലീനർ എപ്പോഴും മൈക്രോ ഫൈബർ മോപ്പായിരിക്കും തറ തുടയ്ക്കാൻ ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ കില്ലർ ഈ ടവലാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് തറയിൽ അങ്ങനെ പാടുകൾ വന്നത്. പിന്നെ നമ്മുടെ വിക്ടിം ഇവിടെ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന് പറയാൻ കാരണം ഇതുപോലത്തെ ഒരു വില കൂടിയ ഹോട്ടലിൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു മുറി എടുക്കണമെങ്കിൽ അവനൊരു എന്റർടൈൻമെന്റ് മനസ്സിൽ കണ്ടിരിക്കും. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവന്റെ ഒപ്പം ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു അടിപൊളി ബ്രൂണറ്റ് ആയിരിക്കണം എന്ന് പറയുന്നു. ബ്രൂണറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ കറുത്ത മുടിയുള്ള ആൾ. മോർഗൻ ഒരു ബ്ലോണ്ട് ആണ്, അതായത് സ്വർണ്ണ തലമുടിയുള്ള ആൾ. അപ്പൊ നിനക്ക് മുടിയുടെ സാമ്പിൾ എന്തെങ്കിലും കിട്ടിയൊന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ ഇല്ല, പക്ഷെ ഊഹാണെന്ന് അവൾ പറയുന്നു. മാത്രമല്ല അവളൊരു സുന്ദരി ആയിരുന്നിരിക്കണം, കാരണം നമ്മുടെ വിക്ടിം ഹോട്ട് ആണെന്ന് മോർഗൻ പറഞ്ഞപ്പോൾ കാരഡയ്ക്ക് അവളോട് ഒരിക്കലും ഒരു വിക്ടിമിനെ അങ്ങനെയൊന്നും മേലാൽ പറയരുതെന്ന് പറയുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ കാരഡയ്ക്ക് ഒരു ജെന്റിൽമാൻ ആണെന്ന്. അപ്പൊ ഡാഫ്നിയും ഓസും അങ്ങോട്ട് വന്നിട്ട് മാനേജർ ഇവിടുത്തെ സേഫ് തുറന്നു തന്നു, അതിൽ ഇവന്റെ വാലറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് കാരഡക്കിന് കാണിച്ചു കൊടുക്കുന്നു. അതിലുണ്ടായിരുന്ന ID കാർഡിൽ നിന്നും അവർക്ക് അവന്റെ പേര് കിട്ടുന്നു, ഏർനെസ്റ്റ് ലൊസാനോ. മെക്സിക്കൻ ആണ്. അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് CCTV ഫുട്ടേജ് കൂടി ഇവിടുന്ന് മേടിക്കാൻ കാരഡക്ക് പറയുന്നു. ഓക്കെ പറഞ്ഞ് ഓസും ഡാഫ്നിയും പോകുന്നു. അപ്പൊ വിക്ടിമിനെ വീണ്ടും പരിശോധിച്ച് മോർഗൻ ഇവൻ എന്ത് മരുന്ന് ഉപയോഗിച്ചാണ് മയക്കിയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് പിന്നെ മയക്കിയിരുന്നു എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് കാരഡക്ക് ചോദിക്കുന്നു. അപ്പൊ മോർഗൻ ആരെങ്കിലും ഒരു ഹോട്ടൽ റൂമിൽ ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകാറുണ്ടോ, ചിലപ്പോൾ നീ കഴുകുമായിരിക്കും എന്ന് പറഞ്ഞ് കാരഡക്കിനെ ചുമ്മാ കളിയാക്കുന്നു. കാരണം അവൻ വൃത്തി ഇത്തിരി കൂടുതലാണല്ലോ. എന്നിട്ട് ബാത്ത് ടബിന്റെ അടുത്ത് ഒരു ചെറിയ മേശയിലുണ്ടായിരുന്ന ഗ്ലാസ് കാണിച്ചിട്ട് ഇത് കഴുകി തുടച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും കലക്കി കൊടുത്തിട്ടില്ല എങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് നിനക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെന്ന് കാരഡക്കിനോട് ചോദിച്ചപ്പോൾ ഇതൊരു വിസ്കി ഗ്ലാസ് ആണ്, മാത്രമല്ല ഈ മുറിയിലുള്ള മറ്റ് ഗ്ലാസുകളൊക്കെ എക്സ്പെൻസീവും. അതിനർത്ഥം നമ്മുടെ വിക്ടിമും കൂടെ ഉണ്ടായിരുന്ന പെണ്ണും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ബാറിൽ പോയിട്ടുണ്ട്, അവിടെ നിന്നും കൊണ്ടുവന്നതാണ് ഈ ഗ്ലാസ്. പക്ഷെ കഴുകി ക്ലീൻ ചെയ്തുകൊണ്ട് വിസ്കിയുടെ യാതൊരു തെളിവും അതിലില്ല. അങ്ങനെ തെളിവുകൾ നശിപ്പിക്കണമെങ്കിൽ ഇത് തീർച്ചയായും ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് ബാറിൽ പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് കാരഡക്ക് ആ ഹോട്ടലിലെ ബാറിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ബാർടെൻഡറുടെ അടുത്ത് വിക്ടിമിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ആ ബാർടെൻഡർക്ക് അവൻ അറിയാം. തലേന്ന് രാത്രി 7 മണിക്ക് അവൻ അവിടെ കുടിക്കാനായിട്ട് ചെന്നിരുന്നു. അവന്റെ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ ഒരു ബ്രൂണറ്റ് എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ ആ ബാർടെൻഡർ ഉണ്ടായിരുന്നു, പക്ഷെ ബ്രൂണറ്റ് അല്ല ബ്ലോണ്ട് ആയിരുന്നു എന്ന് പറയുന്നു. അവിടെ മോർഗന്റെ ഊഹം തെറ്റി. അവളുടെ പേര് ഓർമ്മയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവനത് ശരിക്കും കേട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ കാരഡക്കിന് ഓസിന്റെ മെസ്സേജ് കിട്ടുന്നു, സെക്യൂരിറ്റി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ട്. അവിടെ അവർക്ക് തലേന്നത്തെ CCTV വീഡിയോ കിട്ടിയിരുന്നു. അതിൽ നമ്മുടെ വിക്ടിമും ഒരു സ്ത്രീയും 8:02 മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. 8:33 ആ സ്ത്രീ തിരിച്ചിറങ്ങി പോകുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ക്ലീനിങ് സ്റ്റാഫ് വന്ന് മുറി തുറക്കുന്നവരെ വേറെ ആരും ആ മുറി തുറന്നിട്ടില്ല. അപ്പോൾ ഡാഫ്നി ഞാൻ ഈ സ്ത്രീയുടെ ഫോട്ടോ ഹോട്ടലിന്റെ മുമ്പിൽ ഡോർ തുറന്നു കൊടുക്കാൻ നിൽക്കുന്ന ആളിനെ കാണിച്ചപ്പോൾ ആ സ്ത്രീ 7 മണിക്ക് അവളുടെ ചുമപ്പ് കിയ കാർ അവിടെ റോഡ് സൈഡിൽ ഒരു നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യുന്നത് കണ്ടിരുന്നു എന്ന് പറയുന്നു. അപ്പൊ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് അവൾക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ടാവും, അതൊന്ന് വിളിച്ച് അന്വേഷിക്കാൻ കാരഡക്ക് പറഞ്ഞപ്പോൾ ഡാഫ്നി ഓൾറെഡി അത് അന്വേഷിച്ചിരുന്നു. പക്ഷെ അവിടെ വെച്ച് അങ്ങനെ ഒരു റെഡ് കിയ കാറിന് നോ പാർക്കിംഗ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ കാരഡക്ക് പോലീസുകാരുടെയും ഡോക്ടർമാരുടെയും കാറുകൾക്ക് മാത്രമാണ് അങ്ങനെ ഫൈൻ കൊടുക്കില്ലാത്തത്. പോലീസുകാർക്ക് ചുവന്ന കളർ കാർ എന്തായാലും ഇല്ല എന്ന് ഓസ് പറയുന്നു. അപ്പൊ അതൊരു ഡോക്ടറുടെ കാറാണ്, അതായത് എവിടെയെങ്കിലും മെഡിക്കൽ എമർജൻസി വരുമ്പോൾ വിളിക്കുന്ന ഡോക്ടർ. അത് തിരിച്ചറിയാൻ ആ കാർ ഒരു എംബ്ലം ഉണ്ടാവും. അങ്ങനെയുള്ള ഡോക്ടർമാരുടെ വണ്ടിക്ക് ഫൈൻ അടിക്കില്ല, കാരണം അവർ എമർജൻസി കോൾ കിട്ടിയിട്ട് വന്നതാണല്ലോ. അപ്പൊ കാനഡക്ക് ഇവിടെ അടുത്തൊരു ആശുപത്രി ഉണ്ട്, CCTV
CCTV ഫുട്ടേജിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫോട്ടോ കാണിച്ചിട്ട് അവിടെ ആർക്കെങ്കിലും അവൾ അറിയാമെന്ന് ചോദിച്ചിട്ട് വരാൻ ഓസിനോടും ഡാഫ്നിയോടും പറഞ്ഞു വിടുന്നു. അങ്ങനെ അവർ ആ ചുവന്ന കിയ കാർ ഓടിച്ച സ്ത്രീയെ കണ്ടുപിടിക്കുന്നു. കാരഡക്ക് ഈ വിവരം ചീഫിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസുകാരി ചീഫിന് ഒരു ഫയൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് റോമനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. ആ ഫയൽ നോക്കിയിട്ട് അസ്വസ്ഥയായ ചീഫിനെ കണ്ട കാരഡക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ ചീഫ് വേണ്ട എന്ന് പറയുന്നു. കാരണം റോമന്റെ കേസ് ചീഫ് ഒറ്റയ്ക്കാണ് അന്വേഷിക്കുന്നത്. അവിടുന്ന് കാരഡക്കും മോർഗനും ആ ഡോക്ടറെ ചോദ്യം ചെയ്ത് കാണിക്കുന്നു. ഡോക്ടറുടെ പേര് ഐറിസ്. മരിച്ച ആളുമായിട്ടുള്ള ബന്ധം ചോദിച്ചപ്പോൾ ഒരു അവിഹിത ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. 3 മാസം മുമ്പാണ് അവനെ ഡോക്ടർ ഒരു ബാറിൽ വെച്ച് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ അവർ തമ്മിൽ ബന്ധമുണ്ട്. അവനോട് ടൗണിൽ വരുമ്പോൾ ഡോക്ടറെ വിളിക്കും, അവർ തമ്മിൽ കാണും, പിന്നീട് കുറച്ചേരം എൻജോയ് ചെയ്തതിനു ശേഷം പോകും. അങ്ങനെയായിരുന്നു. അവൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ഡോക്ടർ പറയുന്നു. ഡോക്ടറുടെ വിരലിൽ കിടന്ന മോതിരം കണ്ട മോർഗൻ നിന്റെ ഭർത്താവ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്ത് വിചാരിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറുടെ ഭർത്താവ് 9 മാസം മുമ്പ് മരിച്ചു പോയിരുന്നു. ആ ഓർമ്മകൾ മറക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളതായിരുന്നു അവനുമായുള്ള ബന്ധം എന്ന് ഡോക്ടർ പറയുന്നു. ഇന്നലെ രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ എപ്പോഴത്തെയും പോലെ അന്നും അവിടെ മീറ്റ് ചെയ്തു. അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ തിരിച്ചു പോയി എന്നും പറയുന്നു. അപ്പൊ കാരഡക്ക് ഡോക്ടർ വന്നു പോയതിനു ശേഷം വേറെ ഒരാൾ പോലും ആ മുറിയിലേക്ക് വരികയോ പോവുകയോ ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ കാണുന്നത് അവൻ മരിച്ചു കിടക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഡോക്ടറെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് കാരഡക്ക് എഴുന്നേക്കുന്നു. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ടെൻഷനായി ഞാനൊന്നും ചെയ്തിട്ടില്ല, വക്കീലിനെ വിളിക്കണോ എന്നൊക്കെ ചോദിച്ചെങ്കിലും കാരഡക്ക് അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ മോർഗൻ പെട്ടെന്ന് ഡോക്ടർ അല്ല അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കത്തിത്തീർന്ന മെഴുകുതിരികൾ ഉണ്ടായിരുന്നു. അതേ ടൈപ്പ് മെഴുകുതിരികൾ എന്റെ വീട്ടിലുണ്ട്. അത് കത്തിത്തീരാൻ 4 മണിക്കൂർ എടുക്കും. പക്ഷെ ആ മെഴുകുതിരികളിൽ ഒരെണ്ണം മാത്രം മുഴുവനായിട്ട് കത്തിത്തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം അതിന്റെ മുകളിലേക്ക് വെള്ളം വീണിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ ആരോ വെള്ളത്തിൽ ശ്വാസം മുടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൻ കൈയിട്ടടിച്ച് ആ വെള്ളം തെറിച്ച് വീണപ്പോഴാണ് ആ മെഴുകുതിരി കെട്ടുപോയത്. കത്തിത്തീർന്നിടത്തോളം വെച്ച് നോക്കുമ്പോൾ ആ മെഴുകുതിരി ഏകദേശം 1.5 മണിക്കൂർ കത്തിയിട്ടുണ്ടാവണം. അപ്പൊ കാരഡക്ക് നീ പറയുന്നത് ഡോക്ടർ ആ റൂമിൽ വന്നു പോയതിനു ശേഷം അത് 1/2 മണിക്കൂറാണെന്ന് CCTV ഫുട്ടേജിൽ കണ്ടല്ലോ, അവിടുന്ന് വീണ്ടും 1 മണിക്കൂറിന് ശേഷമാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ മോർഗൻ അതെ, അത് മാത്രമല്ല വേറെ ആരോ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അത് കേട്ട് ഡോക്ടർ അത്ഭുതത്തോടെ അവളെ നോക്കുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടെ ഇനി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഡോക്ടർ രക്ഷപ്പെട്ടു. പക്ഷെ കാരഡക്ക് നിരാശയിലാണ്. ആകെ ഉണ്ടായിരുന്ന സസ്പെക്റ്റും പോയി. അവിടുന്ന് കാണിക്കുന്നത് നമ്മുടെ ചീഫ് ലെഫ്റ്റനന്റ് മെലന്റെ ഓഫീസിൽ എത്തിയിട്ട് അവൻ 15 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കേസ് റിപ്പോർട്ട് കാണിക്കുന്നു. ആ കേസ് റിപ്പോർട്ട് റോമനെതിരെ ഉള്ളതായിരുന്നു. അവൻ ഈ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ഹോബി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ പെർമിഷൻ ഇല്ലാതെ കണ്ട മതിലിലൊക്കെ അങ്ങനെ വരച്ചു വയ്ക്കുന്നത് ഇല്ലീഗലാണ്. അങ്ങനെ റോമൻ ഒരു സ്ഥലത്ത് വരച്ചതിനാണ് മെലൻ അവനെതിരെ കേസ് എടുത്തത്. പക്ഷെ ആ റിപ്പോർട്ടിലുള്ള അഡ്രസ്സ് 14641 വില്ലിംഗ്ടൺ സ്ട്രീറ്റ് അത് തെറ്റാണെന്ന് ചീഫ് പറയുന്നു. ചീഫ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ല എന്ന് പറഞ്ഞ് മെലൻ ചീഫിനെയും കൂട്ടി ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ 15 വർഷം മുമ്പാണുള്ള ആ കേസ് എടുത്തത്. ഇപ്പോൾ ആ സ്ഥലം ആകെ മാറിപ്പോയി. അവിടെ ഡെവലപ്മെന്റ് ഒക്കെ വന്നു. അപ്പൊ അത് കണ്ട് കൺഫ്യൂഷനായ മെലൻ ആ റിപ്പോർട്ട് ഞാൻ തന്നെയാണോ എഴുതിയതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ചീഫ് അവർ നിന്നതിന്റെ പുറകിലുണ്ടായിരുന്ന ഒരു ഗേറ്റിൽ കാണിച്ചു കൊടുക്കുന്നു. അവിടെ 14614 ബില്ലിംഗ്ടൺ എന്ന് എഴുതിയിരുന്നു. സ്ഥലം അത് തന്നെ, പക്ഷേ മെലൻ അഡ്രസ് എഴുതിയത് തെറ്റിപ്പോയി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു മതിലിൽ റോമൻ പണ്ട് വരച്ച പെയിന്റിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം വൈറ്റ് വാഷ് ചെയ്തപ്പോൾ പോകാതെ ഉണ്ടായിരുന്നു. നമ്മുടെ ചീഫ് അതിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരച്ചു വെച്ചതിനാണ് അന്ന് റോമനെതിരെ മെലൻ കേസ് എടുത്തത്. അവിടെ നിന്ന് കാണിക്കുന്നത് LAPD ഓഫീസാണ്. രാത്രിയായി കാരഡക്ക് അങ്ങോട്ട് വന്നപ്പോഴേക്കും അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഡാഫ്നി ബോസും പെട്ടെന്ന് അവന്റെ അടുത്തെത്തി. അവർ മെക്സിക്കോയിൽ നമ്മുടെ വിക്ടിമിനെ കുറിച്ച് അന്വേഷിച്ചെന്ന് പറയുന്നു. അവന്റെ പേരും അഡ്രസ്സും ID കാർഡിൽ നിന്നും കിട്ടിയിരുന്നല്ലോ. പക്ഷേ ഈ ഏർണസ്റ്റ് ലൊസാനോ ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഡെയിലി ജോലിക്കും വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ലോക്കൽ പോലീസ് അവനെ കണ്ട് ഇവിടെ ലോസ് ആഞ്ചലസിൽ ഇതുപോലെ ഒരു ഹോട്ടലിൽ ഒരാൾ അവന്റെ ID കാർഡ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് കുറെ നാൾ മുമ്പ് അവൻ ലോസ് ആഞ്ചലസിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഒരു ടാക്സിയിൽ കയറിയപ്പോൾ ആ ഡ്രൈവറും ഇവനും തമ്മിൽ കാണാൻ സാമ്യമുണ്ട് എന്ന് പറഞ്ഞ് അവർ തമാശ പറഞ്ഞിരുന്നെന്നും പിന്നീട് അന്ന് രാത്രി അവന്റെ വാലറ്റ് കാണാതെ പോയി എന്ന് അവൻ മനസ്സിലാക്കിയെന്നും പറഞ്ഞു എന്ന് ഓസ് പറയുന്നു. അതായത് നമ്മുടെ വിക്ടിം കാണാൻ അവനെ പോലെ തന്നെയുള്ള ഈ ഏർണസ്റ്റ് ലൊസാനോ എന്ന് പറയുന്ന ആളുടെ വാലറ്റ് അടിച്ചു മാറ്റി അയാളുടെ ID ഉപയോഗിച്ചാണ് ഹോട്ടലുകളിൽ റൂം എടുത്തിരുന്നത്. അപ്പൊ നമ്മുടെ വിക്ടിമിന്റെ പേര് ഏർണസ്റ്റ് ലൊസാനോ എന്നല്ല. അപ്പൊ അവൻ ആരാണെന്നും ഇനി കണ്ടുപിടിക്കണം. ലാബിൽ വിളിച്ച് DNA ഫിംഗർ പ്രിന്റിന്റെയും റിസൾട്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തരാൻ പറയാൻ കാരഡക്ക് പറയുന്നു. എന്നിട്ട് മേശപ്പുറത്ത് വെച്ച് എവിഡൻസ് ബോക്സ് നോക്കിയപ്പോൾ അത് അവിടെയില്ല. പകരം ഒരു ചെറിയ കുറിപ്പുണ്ട്, വർക്കിംഗ് ഫ്രം ഹോം ആണ്, നാളെ കാണുമെന്ന്. മോർഗൻ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി. കാരഡക്ക് അത് കണ്ട് ദേഷ്യത്തിലാവുന്നുണ്ട്. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. വീട്ടിൽ മോർഗൻ എവിഡൻസ് എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എലിയറ്റ് ഒപ്പമുണ്ട്. അപ്പൊ ഫ്രിഡ്ജ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മോർഗൻ ഏവയാണെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് 2 സോഡ എടുത്ത് തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്ന് അവൾക്ക് സോഡ കൊണ്ടുവന്ന് കൊടുക്കുന്നു. മോർഗൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതാരാണ്? അവൻ ഏവയുടെ സുഹൃത്താണ്. മോർഗൻ ഉടനെ ഏവയെ വിളിച്ച് അതാരാണെന്ന് ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഏവ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ മോർഗൻ ആകെ കലിപ്പിലാണ്. അമ്മ അറിയാതെ മോളൊരു ചെക്കനെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. പെട്ടെന്ന് ആരോ കോളിംബെല്ല് അടിക്കുന്നു. തുറന്നു നോക്കിയപ്പോൾ അത് കാരഡക്കാണ്. അവൻ അവളോട് ഇനി മേലാൽ എവിഡൻസ് വീട്ടിൽ എടുത്തുകൊണ്ട് വരരുതെന്ന് പറഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ എലിയറ്റ് എവിഡൻസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആള്. കാരഡക്കിനെ കണ്ടാവും കൈപൊക്കി കാണിക്കുന്നു. അവൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് മോർഗൻ പറഞ്ഞപ്പോൾ അവൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാൻ പാടില്ലാണ്ട് നിൽക്കുകയാണ് കാരഡക്ക്. പിന്നീട് അവൻ എവിഡൻസ് എല്ലാം ബോക്സിനകത്ത് എടുത്തു വയ്ക്കുകയാണ്. ഒപ്പം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്, നിനക്ക് എവിഡൻസ് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരാൻ
സാധിക്കില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഞാൻ നിങ്ങൾ മിസ്സാക്കി എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ മരിച്ച ആളെ കണ്ടുപിടിക്കാൻ. ഉദാഹരണത്തിന് ഇതിലുള്ള ഷൂസിൽ നോക്ക്, സിമെന്റിന്റെ പാടുണ്ട്. അപ്പൊ അവൻ താമസിക്കുന്നതോ അല്ലെങ്കിൽ അവന്റെ ഓഫീസോ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അടുത്തായിരിക്കും എന്ന് അവൾ പറയുന്നു. അതുപോലെ അവന്റെ പാൻസിലുള്ള ഈ സ്റ്റിച്ചിങ് നോക്ക്, ഇത് ഒറിജിനൽ സ്റ്റിച്ചിങ് അല്ല, ഇത് പിന്നീട് ഏതൊരു പ്രൊഫഷണൽ റിപ്പയർ ചെയ്തതാണ്. അതുപോലെ ഈ സ്റ്റിച്ചിങ്ങിന്റെ പ്രത്യേകത, അത് ഒരേ സൈഡിലേക്ക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ക്രോസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് മഡഗാസ്കറിലുള്ള തയ്യൽക്കാരാണ്. കാരണം അവർക്കൊരു അന്ധവിശ്വാസമുണ്ട്, സ്റ്റിച്ചിങ് അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നിർഭാഗ്യമായത് സംഭവിക്കുമെന്ന്. അപ്പോൾ ആ ഏരിയയിലുള്ള മഡഗാസ്കറിൽ നിന്നുള്ള തയ്യൽക്കാരുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ അവൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ കിട്ടാൻ സാധ്യതയില്ലെന്ന് കാനഡയ്ക്ക് പറയുന്നു. അതിന് മോർഗൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഏരിയയിലുള്ള എല്ലാ തയ്യൽ കടകളിലും അന്വേഷിച്ച് നീളം കൂടിയ പേരുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ മതി, അവരാണ് മഡഗാസ്കറിൽ നിന്നുള്ള തയ്യൽക്കാർ. കാരണം ഈ മഡഗാസ്കറിലുള്ള ആളുകളുടെ പേരുകൾ വ്യത്യസ്തവും ഭയങ്കര നീളമുള്ളതായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ രണ്ടുപേരുടെയും പേര് ചേർത്തിട്ട് അത് അതിലും വലിയ നീളത്തിലുള്ള വ്യത്യസ്തമായ പേരുകളായിരിക്കും നോർമലി അവർക്ക് ഉണ്ടാവുക. അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പേരുള്ള ഒരു തയ്യൽ കടക്കാരന്റെ കട ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അടുത്തുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ചാൽ നമ്മുടെ വിക്ടിമിനെ കുറിച്ച് അറിയാൻ പറ്റുമല്ലോ എന്ന് കാനഡയ്ക്ക് വെച്ചപ്പോൾ മോർഗൻ എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മോർഗൻ തലേന്ന് കണ്ട ആ പയ്യനെ കുറിച്ച് ഏവയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഏവ പറയുന്നത്. ഇപ്പോൾ മോർഗൻ എല്ലാത്തിന്റെയും തുടക്കം ഈ കമ്പൈൻ സ്റ്റഡിയിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇപ്പോൾ പോലീസുകാരെ പോലെ അഭിനയിക്കുവാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മോർഗൻ പോലെയല്ല, ഞാൻ അവിടുത്തെ ഒരു കൺസൾട്ടന്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് അമ്മയ്ക്കൊരു ബാഡ്ജ് ഇല്ലല്ലോ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഏവ പോകുന്നു. അവിടെ നിന്ന് കാണിക്കുന്നത് മോർഗനും കാനഡയ്ക്കും ഒരു തയ്യൽ കടയിൽ നിൽക്കുവാണ്. അവിടെ വെച്ച് മോർഗൻ എനിക്ക് എന്നാണ് ബാഡ്ജ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ കാനഡയ്ക്ക് മറുപടി പറയുന്നില്ല. പകരം അവിടെ ഇരുന്നൊരു ബെല്ല് റിങ് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. കാനഡയ്ക്ക് അവന്റെ ബാഡ്ജ് കാണിച്ചു കൊടുത്തിട്ട് അവളുടെ നീളം കൂടിയ പേര് ബുദ്ധിമുട്ടി പറഞ്ഞപ്പോൾ അവളത് ഷോർട്ടാക്കി എന്നെ റായ് എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പൊ കാനഡയ്ക്ക് ചിരിച്ചിട്ട് നമ്മുടെ വിക്ടിമിന്റെ മരിച്ചെടുക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ അറിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ റായ് അറിയാം എന്ന് പറഞ്ഞിട്ട് അവന്റെ പേര് പറയുന്നു, എഡ്വാർഡോ. അവനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞപ്പോൾ അവന്റെ മുഴുവൻ പേര് അവൾക്ക് അറിയില്ല. കാരണം അവൻ കാർഡൊന്നും യൂസ് ചെയ്യാറില്ല, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവൻ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് ഉടുപ്പുകൾ കൊണ്ടുവരും, ഇവിടെ അത് അൾട്രേഷൻ ചെയ്ത് അടിപൊളിയാക്കി കൊടുക്കും. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മെഷീന്റെ സൗണ്ട് കേൾക്കുന്നു. അതൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുമാണ്. അങ്ങനെ അതും കണ്ടുപിടിച്ചു. ഇനി എന്താ എന്ന് കാനഡയ്ക്ക് ചോദിച്ചപ്പോൾ നമുക്കിവിടെ അടുത്തുള്ള ഒരു പാർക്കിംഗ് ലോട്ട് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവരത് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകുന്നു. ഇവിടെ എന്ത് ചെയ്യാനാണ് എന്ന് കാനഡയ്ക്ക് ചോദിച്ചപ്പോൾ അവൾ അവളുടെ ബാഗിൽ നിന്നും എഡ്വാർഡോയുടെ കാറിന്റെ കീ എടുക്കുന്നു. അവൾ അത് എവിഡൻസ് ബോക്സിൽ നിന്നും എടുത്തു വെച്ചിരുന്നു. കാനഡയ്ക്ക് അത് കണ്ട് ദേഷ്യപ്പെട്ടപ്പോൾ അത് ഇപ്പോഴും എവിഡൻസ് ബാഗിനുള്ളിൽ തന്നെയല്ലേ എന്ന് മോർഗൻ പറയുന്നു. അതൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ്, അവൾ പുറത്തെടുത്തിട്ടില്ല. അങ്ങനെ അവർ പാർക്കിംഗിലോട്ട് എത്തി കാർ റിമോട്ടിൽ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഒരു കാർ അൺലോക്ക് ആവുന്നു. അങ്ങനെ അവർ ആ കാറിന്റെ അകത്തെല്ലാം പരിശോധിക്കുന്നുണ്ട്. അകത്ത് കുറെ സ്യൂട്ടൊക്കെ ഉണ്ട്. അവനൊരു ഡ്രൈവർ ആണെന്ന് അവർ കണ്ടുപിടിക്കുന്നു, അതായത് ഊബർ പോലെ. കാനഡയ്ക്ക് ആ കാറിന്റെ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുത്ത് ഡാഫ്നിക്ക് അയച്ചു കൊടുത്തിട്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അത് വെച്ച് ഡാഫ്നി അവന്റെ ലൈസൻസ് കണ്ടുപിടിച്ച് ആ ലൈസൻസിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. കാനഡയ്ക്കും മോർഗനും അതിൽ അഡ്രസ്സിലേക്ക് എത്തുന്നു. അതല്പം റിച്ച് ബിൽഡിംഗ് ആണ്. അത് കണ്ട് ഇത് തന്നെയാണ് അഡ്രസ് എന്ന് ഉറപ്പാണോ എന്ന് മോർഗനും ചോദിക്കുന്നുണ്ട്. കാരണം ഒരു ഡ്രൈവർക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഫ്ലാറ്റ് മേടിക്കാൻ പറ്റുമോ എന്ന് സ്വാഭാവികമായും സംശയം തോന്നും. അങ്ങനെ അവർ ആ അഡ്രസ്സിലെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ഡോറിൽ മുട്ടിയപ്പോൾ ഒരു സ്ത്രീ വാതിൽ തുറക്കുന്നു. ഒപ്പം ഒരു പെൺകുട്ടിയും ഉണ്ട്. കാനഡയ്ക്ക് അവന്റെ ബാഡ്ജ് കാണിച്ചിട്ട് അവളോട് എഡ്വാർഡോയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അവന്റെ ഭാര്യയാണ്. അങ്ങനെ അവർ അകത്തേക്ക് ചെല്ലുന്നു. മോർഗൻ എഡ്വാർഡോയുടെ മകളെ മാറ്റിയിരുത്തി അവളുടെ ഒപ്പം വെറുതെ കളിക്കുകയാണ്. കാനഡയ്ക്ക് ഭാര്യയെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ ആ കുട്ടി അവളുടെ കളിപ്പാട്ടങ്ങൾ മോർഗനെ കാണിക്കുന്നുണ്ട്. അതിലൊരു ക്യാമറയും ഉണ്ട്. അത് എഡ്വാർഡോ അവൾക്ക് സമ്മാനമായി കൊടുത്തതാണെന്ന് പറയുന്നു. കൂടെ ഒരു ഡിക്ഷണറിയും. അതുകൊണ്ട് മോർഗൻ ആ കുട്ടിയോട് അക്ഷരങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതേസമയം കാനഡയ്ക്ക് എഡ്വാർഡോ മരിച്ച കാര്യം ഭാര്യയോട് പറഞ്ഞിട്ട് അവനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ 10 വർഷമായിട്ട് അവർ ഒരുമിച്ചാണ്. എഡ്വാർഡോ ആദ്യം ജയിലിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാണ് അവർ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെ 3 വർഷം മുമ്പ് വരെയായിരുന്നു അവൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്തത്. ഇപ്പോൾ ഒരു കസിന്റെ ഒപ്പം വൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ജോലി. അപ്പോൾ ഇന്നലെ അവൻ വീട്ടിൽ വരാത്തതിന് നിനക്കൊന്നും തോന്നിയില്ല എന്ന് കാനഡയ്ക്ക് ചോദിച്ചപ്പോൾ ഇതിനു മുമ്പും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ജോലി സംബന്ധമായിട്ട് പോയിട്ട് ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത് എന്ന് അവൾ പറയുന്നു. അപ്പൊ കാനഡയ്ക്ക് ഡോക്ടറുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവൾ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇതാരാ എന്ന് ഭാര്യ ചോദിക്കുന്നു. അപ്പൊ കാനഡയ്ക്ക് എഡ്വാർഡോ ജോലി സംബന്ധമായിട്ട് പോകായിരുന്നില്ല, അവൻ ഇവളെ കാണാനാണ് പോയിരുന്നത്. ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു. മരിക്കുന്നതിന്റെ തലേന്ന് അവൻ ഇവളുടെ ഒപ്പമായിരുന്നു ആ ഹോട്ടൽ മുറിയിൽ എന്ന് പറയുന്നു. അത് കേട്ട് ഭാര്യ ഞെട്ടുന്നുണ്ട്. കാനഡയ്ക്ക് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതിനുശേഷം അവർ പുറത്തു വന്നപ്പോൾ മോർഗൻ കാനഡയ്ക്കിനോട് നീ എന്ത് പണിയെ കാണിച്ചത്, സ്വന്തം ഭർത്താവ് മരിച്ച ദുഃഖത്തിലിരിക്കുമ്പോഴാണോ അവന്റെ അവിഹിത ബന്ധത്തിന്റെ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാനഡയ്ക്ക് അവൾക്ക് ഭർത്താവിന്റെ ഈ ബന്ധത്തിനെ കുറിച്ച് നേരത്തെ അറിയാമെങ്കിൽ അവനെ കൊല്ലാനുള്ള മോട്ടീവ് ഉണ്ടായിരിക്കും, ഞാൻ അവളുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടി ചോദിച്ചാണതെന്ന് പറയുന്നു. അത് കേട്ടപ്പോഴാണ് അവൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് മോർഗന് മനസ്സിലായത്. സൈക്കോളജിക്കൽ മൂവ്. അപ്പൊ കാനഡയ്ക്ക് ഇവൻ എന്തിനായിരിക്കും ഫേക്ക് ഐഡി ഉപയോഗിച്ചത്, ഭാര്യയെ ചീറ്റ് ചെയ്യണമെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി തന്നെ മാറ്റേണ്ട കാര്യമുണ്ടെന്ന് ചോദിക്കുന്നു. കാരണം സ്വന്തം ഐഡന്റിറ്റി മാറ്റിക്കഴിഞ്ഞാൽ അത് ക്രൈമാണ്. ഭാര്യയെ ചതിക്കുന്നതിന് അങ്ങനെ ക്രൈം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ അവന്റെ സാമ്പത്തികം മോശമല്ല എന്ന് മോർഗൻ പറയുന്നു.
അപ്പൊ കാരഡക്ക് എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നാളെ അന്വേഷിക്കാം, പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അവർ പോകുന്നു. അങ്ങനെ അവൾ വീട്ടിലെത്തുന്നു. ലുഡോ അവിടെയുണ്ട്. ഏവയുടെ കാര്യത്തിൽ ആകെ ടെൻഷനിലാണ് മോർഗൻ. കാരണം ടീനേജ് എന്ന് പറഞ്ഞാൽ തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണല്ലോ. പക്ഷെ ലുഡോ അത് നീ കാര്യമായിട്ട് എടുക്കണ്ട, ഏവ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഏവ നല്ല കുട്ടിയായിരിക്കാം, പക്ഷെ ഈ പ്രായത്തിലുള്ള ആൺപിള്ളേരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മോർഗൻ പറയുന്നു. അവൾ ശരിക്കും കലിപ്പിലാണെന്ന് മനസ്സിലായ ലുഡോ നമുക്കിത് ഒരുമിച്ച് സോൾവ് ചെയ്യാം, നീ കാട് കയറി ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ ഞാൻ കാട് കയറി ചിന്തിച്ചതല്ല, എന്റെ കുട്ടിക്ക് നല്ലത് എന്താണോ അതാണ് ഞാൻ ചെയ്യുന്നത്, ഏവ എന്റെ മകളാണെന്ന് പറയുന്നു. അത് കേട്ട് ലുഡോ സങ്കടത്തിലാവുന്നു. അപ്പോ ഞാൻ വെറും പിള്ളേരെ നോട്ടക്കാരൻ മാത്രമാണല്ലേ എന്ന് ചോദിച്ചു അവിടെ നിന്ന് അവൻ ഇറങ്ങിപ്പോകുന്നു. അവൾ അങ്ങനെ പറഞ്ഞത് അവന് സങ്കടമായി. ഏവ റോമന്റെ മകളാണെങ്കിലും ലുഡോ അവളെ സ്വന്തം മകളെ പോലെയാണ് നോക്കിയിരുന്നത്. ലുഡോ പിണങ്ങിപ്പോയതിൽ മോർഗനും സങ്കടത്തിലായി. അങ്ങനെ പിറ്റേ ദിവസം LAPD ഓഫീസ് കാണിക്കുന്നു. മോർഗൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. പക്ഷെ അവൾ എല്ലാവർക്കും ഡോണറ്റ് മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ ചീഫ് അങ്ങോട്ട് വന്നിട്ട് എഡ്വാർഡോയുടെ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് വന്നു. വെള്ളത്തിൽ മുങ്ങി തന്നെയാണ് അവൻ മരിച്ചിരിക്കുന്നത്, അതുപോലെ വയറ്റിൽ ഒരുപാട് ആൽക്കഹോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ CCTVയിൽ അവൻ ഡോക്ടറുടെ ഒപ്പം പോകുന്ന കണ്ടപ്പോൾ അത്രയ്ക്ക് മദ്യവെച്ച പോലെ തോന്നിയില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ചിലപ്പോൾ അവൻ കഴിച്ച സെനക്സ് എന്ന മരുന്നിന്റെ ഹാങ് ഓവറിലായിരിക്കാം, അവൻ അതും കഴിച്ചിരുന്നു എന്ന് ടെസ്റ്റ് റിപ്പോർട്ടിലുണ്ട്, ഗ്ലാസിൽ നിന്നും അതിന്റെ തെളിവ് കിട്ടിയെന്ന് ചീഫ് പറയുന്നു. സെനക്സ് എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്കിന് വേണ്ടി കഴിക്കുന്ന ഒരു മരുന്നാണ്. അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് മയക്കം അല്ലെങ്കിൽ ചെറിയ തലകറക്കാണെന്ന് ഡാഫ്നി പറയുന്നു. പക്ഷെ അപ്പോഴും ഡോക്ടർ മാത്രമാണല്ലോ മുറിയിലേക്ക് പോയിട്ടുള്ളത്, പക്ഷെ അവളല്ല കില്ലർ എന്ന് CCTV ക്യാമറ തെളിവുണ്ട് എന്ന് ഓസ് പറയുന്നു. അപ്പൊ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മോർഗൻ കീകാർഡ് വേണ്ടാത്ത വഴിയിലൂടെ, അതായത് ജനൽ വഴിയാണ് അവനെ കൊന്നയാൾ അകത്ത് കടന്നതെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ ഈ മുറി 4ാമത്തെ നിലയിലല്ലേ എന്ന് ചീഫ് ചോദിക്കുന്നു. അപ്പൊ മോർഗൻ കേസ് ബോർഡിൽ ഉണ്ടായിരുന്ന ഹോട്ടൽ മുറിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അവിടെയുള്ള എല്ലാ ജനലിന്റെയും ലോക്ക് ഇടത് സൈഡിലേക്കാണ് ഇരിക്കുന്നത്, ഒരെണ്ണത്തിന്റെ ഒഴികെ. അതിന്റെ ലോക്ക് വലത് സൈഡിലേക്കാണ് ഇരിക്കുന്നത്, അതിനർത്ഥം അത് ഓപ്പൺ ആണെന്നാണ്. അപ്പോൾ കൊലയാളി ജനൽ വഴി അകത്ത് വന്ന് കൊലപാതകത്തിന് ശേഷം അതേ ജനൽ വഴി തന്നെ പോയി, പക്ഷേ അവന് പുറത്തുനിന്ന് അത് ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചീഫ് ഓസിനോട് ഹോട്ടലിൽ ചെന്നത് അന്വേഷിക്കാൻ പറയുന്നു. ഡാഫ്നിയോട് എഡ്വാർഡോയുടെ സാമ്പത്തികത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും പറയുന്നു. അങ്ങനെ ഓസ് ഹോട്ടലിൽ ചെല്ലുന്നു. അവൻ ആ മുറിയുടെ ജനാല തുറന്ന് പരിശോധിച്ചപ്പോൾ താഴെ ജനൽപ്പടിയിൽ എന്തോ ഒരു വെളുത്ത പൊടി കാണുന്നു. അതിന്റെ ഫോട്ടോ അവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തിരിച്ച് LAPD ഓഫീസിലേക്ക് വന്നിട്ട് പറയുന്നു, അവിടുത്തെ മാനേജർ പറയുന്നത് ക്ലീനർമാരോട് പറഞ്ഞിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ മുറി ക്ലീൻ ചെയ്തതിന് ശേഷം ജനാലകളെല്ലാം ലോക്ക് ചെയ്യണമെന്നാണ്. അപ്പൊ ഏതെങ്കിലും ജനാല ഓപ്പൺ ആണെങ്കിൽ അതിനർത്ഥം ആ മുറിയിലെ ഗസ്റ്റ് ആ ജനാല തുറന്നിട്ടുണ്ടാവും എന്നാണ്. പക്ഷെ എന്നാലും ഒരാൾക്ക് എങ്ങനെ ആ 4ാം നിലയിൽ എത്താൻ പറ്റുമെന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ ഓസ് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനെടുത്ത ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു. പുറത്തെ ഭിത്തിയിൽ ഇഷ്ടികയുടെ ഡിസൈനാണ്. അപ്പോൾ ഗ്യാപ്പുകളുണ്ട്, വേണമെങ്കിൽ അതിൽ പിടിച്ച് കയറി വരാം. അടുത്ത ഫോട്ടോയിൽ അവനെടുത്ത ആ പൗഡറിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇത് എന്ത് പൗഡർ ആണെന്ന് കാരഡയ്ക്ക് ചോദിക്കുന്നു. അപ്പൊ മോർഗൻ പെട്ടെന്ന് ഇത് മഗ്നീഷ്യം കാർബണേറ്റ് ആണ്, റോക്ക് ക്ലൈംബേഴ്സ് ഒക്കെ മുകളിലേക്ക് കയറുമ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഡാഫ്നി അവരെ വിളിച്ചിട്ട് എഡ്വാർഡോയുടെ സാമ്പത്തികത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ ചീഫ് പറഞ്ഞിരുന്നല്ലോ, അവളത് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏതാണ്ട് $2 ലക്ഷത്തോളം അവന്റെ അക്കൗണ്ടിലേക്ക് ഗ്ലെൻഡ വോക്കർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ചെക്ക് വഴി ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ അഡ്രസ്സ് കാരഡക്കിന് കൊടുക്കുന്നു. അവനും മോർഗനും ആ അഡ്രസ്സിലേക്ക് ചെല്ലുന്നു. അതൊരു കെയർ ഹോം പോലെയാണ്. ഈ ഗ്ലെൻഡ വാക്കർ എന്ന് പറയുന്നത് അല്പം പ്രായമായ ഒരു അമ്മയാണ്. ഡിമെൻഷ്യ എന്ന രോഗം ബാധിച്ചിട്ടുണ്ട്, അതായത് ഓർമ്മക്കുറവുണ്ട്. മകൻ കയ്യിലും അമ്മയുടെ ഒപ്പം ഉണ്ട്. അപ്പൊ കാരഡക്ക് എഡ്വാർഡെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അമ്മ പറയുന്നു. അപ്പൊ ഏർണസ്റ്റ് ലൊസാനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അമ്മ സന്തോഷത്തോടെ അറിയാം, എന്റെ ഫിയാൻസയാണ്, ഞങ്ങൾ മെക്സിക്കോയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എന്തിനാണ് അവന് $2 ലക്ഷം കൊടുത്തത് എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ പെട്ടെന്ന് ഞെട്ടി സത്യമാണോ അമ്മ എന്ന് ചോദിക്കുന്നു. അപ്പൊ അമ്മ പറയുന്നത് അത് ഞങ്ങൾക്ക് മെക്സിക്കോയിൽ വീട് വെക്കാൻ വേണ്ടിയാണെന്നാണ്, ഞാൻ എന്റെ പങ്ക് കൊടുത്താണ്, ബാക്കി അവൻ നോക്കിക്കോളാം എന്നാ പറഞ്ഞത്. വീട്ടിൽ കയ്യിലിന് വേണ്ടി ഒരു അടിപൊളി ഗസ്റ്റ് റൂമും ഉണ്ടാക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു എന്ന് അമ്മ പറയുന്നു. പാവം എഡ്വാർഡോ ആ അമ്മയെ പറ്റിച്ചതാണ്. എന്നിട്ട് കാരഡക്ക് കയ്യിലിനെ മാറ്റിയെടുത്ത് സംസാരിക്കുന്നു. അമ്മയ്ക്ക് എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്, അതുപോലെ നിനക്ക് ഈ ഏർണസ്റ്റ് ലൊസാനോയെ അതായത് എഡ്വാർഡോയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് 1 വർഷമായി അസുഖം തുടങ്ങിയിട്ട്, കയ്യിൽ ഇവിടെയല്ല വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഈ എഡ്വാർഡോയെ അമ്മ പരിചയപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അവൻ അവിടെയായിരുന്നു. അമ്മയ്ക്ക് ഈ അസുഖം തുടങ്ങിയാൽ പിന്നെ അയാളെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന് കയ്യിൽ പറയുന്നു. അവിടെ നിന്ന് കാണിക്കുന്നത് മോർഗന്റെ വീടാണ്. സമയം രാത്രി. അപ്പൊ ചീഫ് അങ്ങോട്ട് വരുന്നു. മോർഗൻ ചീഫിനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അകത്ത് വന്ന ചീഫ് ആദ്യം മെലന്റെ ഒപ്പം പോയപ്പോൾ റോമൻ ഭിത്തിയിൽ വരച്ച പടത്തിന്റെ ഫോട്ടോ എടുത്തില്ലായിരുന്നു, അത് മോർഗന് കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നു. അതൊരു ഫീനിക്സ് പക്ഷിയുടെ ചിറകായിരുന്നു. മോർഗൻ അതിന്റെ മുഴുവൻ ഫോട്ടോ എടുത്ത് ചീഫിന് കാണിച്ചു കൊടുക്കുന്നു. അതിന്റെ ചിറകിന്റെ തുമ്പ് മാത്രമായിരുന്നു ചീഫ് എടുത്ത ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. റോമൻ വരച്ച മറ്റ് ഫോട്ടോകളും ചീഫ് കൊടുത്തിട്ട് ഇത് വെച്ചോ, ചിലപ്പോൾ അന്വേഷണത്തിന് ഉപകരിക്കും എന്ന് പറഞ്ഞിട്ട് കുക്കീസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ചീഫ് വേണമെന്ന് പറയുന്നു. അപ്പൊ മോർഗൻ പോയി ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ കുപ്പി എടുത്തുകൊണ്ട് വരുന്നു. അത് കണ്ട് കണ്ണ് വീഴ്ച ചീഫിനോട് കുട്ടികൾ തപ്പാത്ത സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഉള്ളിൽ നിന്നും ചീഫിന് കുക്കീസ് എടുത്തു കൊടുക്കുന്നു. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എന്റെ പിള്ളേര് ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ എന്റെ ബുക്കിന്റെ ഇടയിൽ കുക്കീസ് ഒളിപ്പിച്ചു വെച്ചേനെ എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ ഒരു ഡിക്ഷണറി ഉണ്ടായിരുന്നെങ്കിൽ കുറെ കുക്കീസ് ഒളിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നു. പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. പിറ്റേ ദിവസം അവൾ എഡ്വാർഡോയുടെ വീട്ടിലെത്തിയിട്ട് അവൻ കൊടുത്ത ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് മകൾ എന്നൊരു ഡിക്ഷണറി കാണിച്ചു കൊടുത്തില്ലേ, അത് മേടിച്ച് തുറന്നു നോക്കിയപ്പോൾ അത് ശരിക്കും ഒരു ഡിക്ഷണറി ആയിരുന്നില്ല, അതൊരു ചെറിയ ലോക്കർ ആയിരുന്നു. അതിന്റെ അകത്ത് $50,000 ഉണ്ടായിരുന്നു. അത് കണ്ട് എഡ്വാർഡിന്റെ ഭാര്യ അവനിത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ മോർഗൻ കാര്യം പറയുന്നു.
ദുർബലരായ സ്ത്രീകളെ കറക്കിയെടുത്ത് അവരുടെ പൈസ അടിച്ചു മാറ്റലായിരുന്നു എഡ്വാർഡോ ചെയ്തുകൊണ്ടിരുന്നത്. അത് കേട്ട് അവന്റെ ഭാര്യ ഉടനെ ഈ പൈസ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറയുന്നു. അവളൊരു നല്ല സ്ത്രീയാണ്. അപ്പൊ മകൾ അങ്ങോട്ട് അന്ന് കാണിച്ച ക്യാമറയായി വന്നിട്ട് മോർഗനോട് ഫോട്ടോ കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നു. മോർഗൻ അവളോടൊപ്പം അതിലുള്ള ഫോട്ടോ ഒക്കെ കാണുന്നു. അതിൽ ആ കുട്ടിയും എഡ്വാർഡോയും ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കണ്ട അവൾക്ക് പിന്നെ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അവിടുന്ന് കാണിക്കുന്നത് മോർഗൻ കൊലപാതകം നടന്ന ആ ഹോട്ടലിലെ ബാറിൽ ഒരു ഗ്ലാസ് വൈൻ കുടിച്ചുകൊണ്ട് കാരഡക്കിനെ കാത്തിരിക്കുന്നതാണ്. അപ്പൊ കാരഡക്ക് അങ്ങോട്ട് വരുന്നു. അപ്പൊ മോർഗൻ അവനോട് നിന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം പോലീസ് സ്റ്റേഷനിലെ ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്നല്ലോ, അപ്പോൾ അവൻ കളഞ്ഞ ബില്ലുകളിൽ നിന്നാണ് അവൾക്കത് മനസ്സിലായത് എന്ന് പറഞ്ഞപ്പോൾ വേറെ എന്തൊക്കെ മനസ്സിലായി എന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ നീ എപ്പോഴും ഒരേ പമ്പിൽ നിന്നാണ് പെട്രോൾ അടിക്കാറ്. പിന്നെ നിന്റെ ഫേവറേറ്റ് ഡോണറ്റ് ശരിക്കും ഒരു ഡോണറ്റ് അല്ല, അത് ആപ്പിൾ ഫ്രിറ്റർ എന്ന് പറയുന്ന ഒരു സ്നാക്ക് ആണെന്ന് പറയുന്നു. എങ്കിൽ രാവിലെ എന്താ നീ അത് എനിക്ക് കൊണ്ടുവരാത്തതെന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ നിന്നെ എനിക്ക് ശരിക്കും പിടിച്ചോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ടാണെന്ന് അവൾ തമാശ പറയുന്നു. അപ്പൊ കാരഡക്ക് ശരി ഇപ്പൊ ഫോണിൽ പറയാൻ പറ്റാത്ത എന്ത് ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ എഡ്വാർഡിന്റെ മകളുടെ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലെ ഫോട്ടോ കാണിച്ചിട്ട് എഡ്വാർഡോ ദുർബലരായ പണക്കാരികളെ, ഉദാഹരണത്തിന് ഡോക്ടർ ഭർത്താവ് മരിച്ച സങ്കടത്തിലിരിക്കുമായിരുന്നല്ലോ, പണക്കാരിയുമായിരുന്നു, അതുപോലെയുള്ള സ്ത്രീകളെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളെ ആരാണ് എപ്പോഴും കാണുന്നത് എന്ന് ചോദിച്ച് മോർഗൻ ഒരു ഫോട്ടോ സൂം ചെയ്ത് അതിൽ എഡ്വാർഡിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാമ്പിന്റെ ടാറ്റു കാരഡക്കിന് കാണിച്ചു കൊടുക്കുന്നു. അതേസമയം തന്നെ മോർഗൻ അവന് വേണ്ടി ഓർഡർ ചെയ്ത ഡ്രിങ്ക് നമ്മൾ ആദ്യം കണ്ട ആ ബാർടെൻഡർ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോ അവന്റെ കയ്യിലും അതേ ടാറ്റു. അത് കണ്ട കാരഡക്ക് ഒരു ബാർടെൻഡർ എന്ന് അവളോട് മറുപടി പറഞ്ഞ് അവനെ നോക്കിയതും അവനും ആ ഫോട്ടോ കാണുന്നു. കാര്യം മനസ്സിലായ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നു. പക്ഷെ അടുക്കളയിൽ വെച്ച് കാരഡക്ക് അവനെ ബ്ലോക്ക് ചെയ്യുന്നു. ഒരു കത്തിയെടുത്ത് നീട്ടി അവനെ കാരഡക്ക് ഒടുവിൽ പിടികൂടുന്നു. എന്നിട്ട് തിരിച്ചു വന്ന കാരഡക്ക് മോർഗനോട് ചൂടാവുന്നു. നീ ഇത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ അവൻ എന്നെ കത്തി കൊണ്ട് കുത്തിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചില്ലല്ലോ, കേസിനൊരു തുമ്പുണ്ടാക്കി തന്നതിന് നന്ദി പറയുന്നതിന് പകരം നീ എന്നോട് ചൂടാവുകയാണെന്ന് മോർഗൻ ചോദിച്ചപ്പോൾ കാരഡക്ക് വീണ്ടും കലിപ്പിൽ നിന്നെപ്പോലെ ഇത്രയും ബുദ്ധിയുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത മോർഗൻ ദേഷ്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മണ്ടി എന്ന് വിളിക്കാൻ ആരാണ് അധികാരം തന്നത്, എനിക്ക് ഈ ജോലി വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ വെച്ച് തന്നെ ജോലി രാജിവെച്ച് പോകുന്നു. പക്ഷേ കാരഡക്ക് ദേഷ്യപ്പെട്ടതിലും കാര്യമുണ്ട്. അവൾ ഇത് നേരത്തെ പറഞ്ഞു വരുന്നെങ്കിൽ അവന് ബാക്കപ്പിന് പോലീസുകാർ വിളിക്കായിരുന്നു. ഇതൊന്നും അറിയാതെ അങ്ങോട്ട് വന്നുകൊണ്ട് അങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടായി. അതാണ് അവൻ ഇത്രയും ദേഷ്യം വരാൻ കാരണം. ശരിക്കും മോർഗന്റെ പരിചയക്കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അവളും അങ്ങനെ ഒരു സീൻ പ്രതീക്ഷിച്ചില്ല. ജോലി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ മോർഗൻ രാജിവെച്ച് പോയത് ഡാഫ്നിയും ഓസും അറിഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാരഡക്ക് അങ്ങോട്ട് വന്നിട്ട് ഡാഫ്നിയോട് ഇന്റർഗേഷൻ റൂമിലേക്ക് വരാനും ഓസിനോട് പേപ്പർ വർക്കുകൾ റെഡിയാക്കാനും പറയുന്നു. പിന്നീട് അവർ ആ ബാർടെൻഡറിനെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ ഡാഫ്നി അവനോട് നീ ഒരു പോലീസുകാരനെ നേരെയാണ് കത്തി നീട്ടിയത്, നിന്റെ ശിക്ഷ കുറയണമെങ്കിൽ നീ സത്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ അവൻ വേറെ വഴിയില്ലാതെ എല്ലാം പറയുന്നു. അവനും എഡ്വാർഡോയും ഒരുമിച്ച് ജയിലിലുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇവന് ബാർടെൻഡറായി ജോലി കിട്ടി. പക്ഷെ എഡ്വാർഡോ ആകെ ദുരിതത്തിലായിരുന്നു. ജയിലിനകത്ത് വെച്ച് എഡ്വാർഡോ ഇവനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ എഡ്വാർഡോ അല്പം പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഇവന് തിരിച്ച് അവനെ സഹായിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു ദിവസം എഡ്വാർഡോ ഈ പ്ലാനുമായിട്ട് ഇവനെ കാണാനെത്തി. അതായത് സങ്കടത്തിലിരിക്കുന്ന പണക്കാരായ സ്ത്രീകളെ വശീകരിച്ച് പണം തട്ടാനുള്ള പ്ലാൻ. അപ്പൊ ഇവനിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ത്രീകളെ കാണിച്ചു കൊടുക്കുക മാത്രമാണ് അവൻ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്നത് എഡ്വാർഡോ ആണെന്നാണ്. പക്ഷെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിന് നിനക്ക് അവൻ പൈസ തന്നിട്ടില്ല എന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ ശരിയാണ്, പക്ഷെ അവന്റെ മരണമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനും അവനെ കൊല്ലണം, അവൻ എന്റെ പൊന്മുട്ടി കിടന്ന താറാവാണ് എന്ന് പറയുന്നു. അത് കേട്ട് കാരഡക്കും ഡാഫ്നിയും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കുന്നുണ്ട്. കാരണം അവൻ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് കാണിക്കുന്നത് കാരഡക്ക് ചീഫിന്റെ അടുത്ത് നിന്ന് മോർഗനുമായിട്ട് ഹോട്ടലിൽ വെച്ച് കിടന്ന തർക്കവും അതിനുശേഷം അവൾ രാജിവെച്ച് പോയ കാര്യവും പറയുന്നു. പക്ഷെ അത് കേട്ട് ചീഫ് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ അവൾ തിരിച്ചു വരും. കാരണം അവൾക്ക് ഈ ജോലി ആവശ്യമാണെന്ന് പറയുന്നു. കാരണം റോമന്റെ കേസ് ചീഫ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്തായാലും അവൾ വരുമെന്ന് ചീഫിന് ഉറപ്പാണ്. പിറ്റേ ദിവസം മോർഗന്റെ വീട് കാണിക്കുന്നു. അവൾ ലുഡോയെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ജോലി റീസൈൻ ചെയ്ത കാര്യം പറയുന്നു. അവനത് കേട്ട് നിരാശനാകുന്നുണ്ട്. കാരണം ഓൾറെഡി അവൾ കുറെ സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ട്, അവിടെ നിന്ന് എല്ലാം രാജിവെച്ചിട്ടുമുണ്ട്. ലുഡോ പറയുന്നത് നീ ജോലി രാജിവെക്കണ്ടായിരുന്നു, കാരണം LAPD അവന് ചൈൽഡ് കെയറിന് പൈസ കൊടുക്കുന്നുണ്ട്. അവൾ ജോലിക്ക് കയറിയപ്പോഴുള്ള ഒരു കണ്ടീഷൻ അവളുടെ കുട്ടികളെ നോക്കുന്ന കാര്യം ഡിപ്പാർട്ട്മെന്റ് അറേഞ്ച് ചെയ്യണം എന്നായിരുന്നല്ലോ. അപ്പൊ അവനാണ് ഇപ്പൊ ആ ജോലി ചെയ്യുന്നത്. അതിന് ഡിപ്പാർട്ട്മെന്റ് അവന് പൈസ കൊടുക്കുന്നുണ്ട്. എന്താണല്ലേ, സ്വന്തം പിള്ളേരെ നോക്കാൻ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇത് പറയാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവനോട് അങ്ങനെ പറഞ്ഞാൽ അവൾ സോറി പറയുന്നു. ലുഡോ ആ സോറി അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് ബൈ പറഞ്ഞു പോകുന്നു. അവൻ പോയി കഴിഞ്ഞ് നമ്മുടെ ചുച്ചിരുമണി ക്ലോയിയെ മോർഗൻ അവളുടെ അടുത്തിരുത്തിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ കയ്യിൽ എന്തോ കണ്ട് അവൾ പെട്ടെന്ന് ക്ലോയിയുടെ കയ്യിൽ പിടിക്കുന്നു. അപ്പൊ ആ കുഞ്ഞു വിരലുകൾ കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് എന്തോ സ്ട്രൈക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് കാണിക്കുന്നത് LAPD ഓഫീസാണ്. അവിടെ ആ ബാർടെൻഡർ അല്ല കൊലയാളി എന്നതിന് തെളിവുണ്ട് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മോർഗൻ നഖം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വരുന്നു. അവളുടെ കയ്യിൽ ആദ്യത്തെ പോലെ ഡോനറ്റിന്റെ ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ ചീഫ് ഞാൻ പറഞ്ഞില്ലെന്ന് കാരഡക്കിനോട് പറയുന്നുണ്ട്. അവൾ വരുമെന്ന് ചീഫിന് 100% ഉറപ്പായിരുന്നു. അപ്പൊ മോർഗൻ അവന്റെ നഖം എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ കാരഡക്ക് നമ്മുടെ വിക്ടിമിനെ ആരും മാന്തി കൊന്നതല്ല എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ ശരിയാണ്, പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഹോട്ടലിലെ 4ാം നിലയിലെ ജനലിലേക്ക് പുറത്തെ ഭിത്തി വഴി തൂങ്ങിപ്പിടിച്ച് കയറി വരണമെങ്കിൽ അവന്റെ നഖം ചെറുതായിരിക്കണം എന്ന് പറയുന്നു. നമ്മുടെ ബാർടെൻഡറുടെ നഖം നീണ്ടതാണ്, അപ്പോൾ അവനല്ല, പിന്നെ വേറെ ആരുടെ നഖമാണ് ചെറുത് എന്ന് മോർഗൻ ചോദിച്ചു.
ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നഖം ചെറുതാണ്, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ മോർഗൻ ഈ ചോദ്യം കാരഡക്കിനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ആലോചിച്ച് നോക്കുന്നു. അപ്പോൾ മോർഗൻ അവനൊരു ക്ലൂ കൊടുക്കുന്നു, ലോങ് ബീച്ച് ക്ലൈംബിംഗ് ക്ലബ് മെമ്പറുടെ ആണ് എന്ന്. അപ്പോഴാണ് കാരഡക്കിന് കത്തിയത്. അത് കയ്യിലായിരുന്നു. അവൻ ആ ക്ലബിലെ മെമ്പറായിരുന്നു. ആ ക്ലബിന്റെ ടീഷർട്ടാണ് അവൻ അന്ന് അവന്റെ അമ്മയെ കാണാൻ ചെന്നപ്പോൾ ഇട്ടിരുന്നത്. കയ്യിൽ ഒരു ക്ലൈംബർ ആയിരുന്നു. അവൻ ആ ഹോട്ടലിന്റെ 4ാം നിലയിലേക്ക് പുറത്തെ ഭിത്തി വഴി തൂങ്ങി കയറി വന്ന് ജനൽ വഴി അകത്ത് കടന്ന് പകുതി മയക്കത്തിൽ എന്ന എഡ്വാർഡോയെ ബാട്ടപ്പിൽ മുക്കി കൊന്നു എന്ന് മോർഗൻ ചീഫിനോട് വിശദീകരിക്കുന്നു. എഡ്വാർഡോ അവന്റെ അമ്മയെ ചതിച്ചതിന് അവൻ പ്രതികാരം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് കൈലിനെ അറസ്റ്റ് ചെയ്യാൻ ഡാഫ്നിയോസിനെയും കാരഡക്ക് പറഞ്ഞു വിടുന്നു. ചീഫ് മോർഗനെ അഭിനന്ദിച്ചിട്ട് പോകുന്നു. അപ്പൊ കാരഡക്ക്, ഞാൻ വിചാരിച്ചു നീ ജോലി രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ, രാജിവെച്ചു, പക്ഷേ നിനക്ക് എന്നെ ആവശ്യമുണ്ടായിരുന്നു, സത്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് സമ്മതിച്ച് കാരഡക്കും അവൾ അഭിനന്ദിക്കുന്നു. അപ്പൊ മോർഗൻ, നിനക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കാരഡക്കിന് എന്തോന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. എന്നിട്ട് കൈലിന് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ ഒരു CCTV ഫുട്ടേജിലും പെട്ടിട്ടില്ല. എഡ്വാർഡോയുടെ ഡ്രിങ്കിൽ മരുന്ന് കലക്കാൻ അവൻ ആരോ സഹായിച്ചിട്ടുണ്ട്. അയാൾ തന്നെയാണ് ആ ജനാല അൺലോക്ക് ചെയ്തിട്ടത്. ആ ആൾ അന്ന് രാത്രി ആ മുറിയിൽ ഉണ്ടായിരുന്നു. അത് ഡോക്ടർ ഐറിസ് ബോമാൻ ആയിരുന്നു. അതിനുശേഷം ഡോക്ടറെയും കൈലിനെയും അവർ വിളിച്ചു വരുത്തുന്നു. ഇനി അവരുടെ കൺഫെഷൻ ആണ്. എഡ്വാർഡോ ഡോക്ടറെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ കൈലിന്റെ അമ്മയെ പറ്റിച്ചിരുന്നു. അതറിഞ്ഞ കൈൽ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ പുതിയ ഇര ഡോക്ടറാണെന്ന് കൈലിന് മനസ്സിലായത്. കൈൽ ഡോക്ടറെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും ഡോക്ടർ എഡ്വാർഡോയ്ക്ക് $390,000 കൊടുത്തു കഴിഞ്ഞിരുന്നു. അവളോടും അവൻ പറഞ്ഞിരുന്നത് മെക്സിക്കോയിൽ അവർക്ക് വേണ്ടി വീട് വെക്കാനാണെന്നാണ്. അവൻ ചതിക്കായിരുന്നു എന്നറിഞ്ഞ ഡോക്ടർ ആകെ തകർന്നു പോകുന്നു. അങ്ങനെ കൈലിനൊപ്പം ചേർന്ന് എഡ്വാർഡോയെ കൊല്ലാനുള്ള പ്ലാൻ അവരിടുന്നു. അങ്ങനെയാണ് ഡോക്ടർ എഡ്വാർഡോയുടെ മദ്യത്തിൽ മരുന്ന് കലക്കിയതും ജനൽ അൺലോക്ക് ചെയ്തതും കൈൽ അതുവഴി കയറി വന്ന് അവനെ കൊന്നതും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കൈൽ കാരഡക്കിനോട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓർമ്മ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അവർക്ക് അവർ ആരാണെന്നോ എവിടെയാണെന്നോ സ്വന്തം മകനെ പോലും ഓർമ്മയില്ല. അങ്ങനത്തെ ഒരാളെ പറ്റിക്കുന്നവൻ ഒരു മനുഷ്യനാണോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. കാരഡക്ക് ഒരു നിമിഷം ഒന്നും മിണ്ടാനാവാതെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവന്റെ ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവൻ കൈലിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എഴുന്നേക്കുന്നു. അപ്പൊ കൈൽ, ഒരു നിമിഷം, നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അവസാനമായിട്ട് എന്റെ അമ്മയോട് ഒരു ഗുഡ് ബൈ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. കാരഡക്ക് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ കൈൽ ഒരു പർവ്വതത്തിന്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് അവന്റെ അമ്മയെ വീഡിയോ കോൾ ചെയ്തിട്ട്, ഞാൻ കൊളറാഡോയിലാണ്, എനിക്ക് ആ ജോലി കിട്ടിയെന്ന് പറയുന്നു. അത് കേട്ട് അമ്മ വളരെ സന്തോഷത്തിലാവുന്നുണ്ട്. അപ്പോൾ കൈൽ, എനിക്ക് എപ്പോഴും അങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഞാൻ അമ്മയെ വിളിക്കാം, അമ്മ സന്തോഷത്തോടെ ഇരിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോൻ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഓക്കെ ആണെന്ന്. അവൻ അമ്മയോട് ഐ ലവ് യു പറഞ്ഞിട്ട് വെക്കുന്നു. പിന്നീട് ഓഫീസിൽ മോർഗൻ അന്നത്തെ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വന്ന കാരഡക്കിനോട്, ഞാൻ വിചാരിച്ചു നീ ഒരു ഹൃദയമില്ലാത്ത പോലീസ് റോബോട്ടാണെന്ന്, പക്ഷെ എനിക്ക് തെറ്റി, നീ സാധാ പോലീസ് റോബോട്ടാണെന്ന് പറയുന്നു. അതായത് അവന് ഹൃദയമുണ്ടെന്ന്. കൈലിനെ അങ്ങനെ ഫോൺ ചെയ്യാൻ കാരഡക്ക് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞാണ് അവള്. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് നാളെ കാണാമെന്ന് പറയുന്നു. അവൾ അങ്ങനെ പോകുന്നു. അപ്പോൾ അവന്റെ മേശപ്പുറത്ത് അവൾ ആദ്യം കൊണ്ടുവന്ന സ്നാക്സ് ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ അവന്റെ ഫേവറേറ്റ് ആപ്പിൾ ഫ്രിറ്റർ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മോർഗൻ അത് അവന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവനൊന്ന് ചിരിച്ചിട്ട് അതെടുത്ത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.